ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്രിസ്മസ് സീരീസ് 2025 നമ്മുടെ ടെറസ് കിച്ചൺ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപാട് അതായത് ഫീസ്റ്റാണ് അന്നത്തെ ദിവസം. ഉണ്ണിയേശു ജനിച്ച ദിവസമാണ്, പിറന്ന നാൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ. അപ്പം നമ്മൾ സെലിബ്രേഷനാണ്. രാവിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു നല്ല ലഞ്ച്, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ട്, അതിഥികളായിട്ട്, ചിലപ്പോൾ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ, ചിലപ്പോൾ നമ്മൾ പല വീടുകളിലും ഫ്രണ്ട്സിനെ കൂടെ ക്ഷണിക്കാറില്ലേ. അപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, ഹിന്ദുക്കളാകാം, മറ്റു മതസ്ഥരായിട്ടുള്ളവരെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വിളിച്ചിട്ട് ഒരു ഭയങ്കര രസമായിട്ട് ചെയ്യില്ല. പിന്നെ ഡിന്നറാകാം. എന്തായാലും കേക്ക് ഒരു മസ്റ്റാണല്ലോ. പക്ഷേ പുഡിങ്സ്, ഡിസേർട്ട് ഐറ്റംസ് ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ സീരീസ് നമ്മൾ 1-2 ഡിസേർട്ട് ഐറ്റംസും കൂടി ഉൾക്കൊള്ളിക്കാം. അതിലൊന്നാണ് ഇന്ന് ചെയ്യാൻ പോണത് കിറ്റ് കാറ്റ് പുഡിങ്. കുറേ കിറ്റ് കാറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത്രയൊന്നും ആവശ്യം വരില്ല. ആദ്യം ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് നല്ല കുതിർന്നിരിക്കട്ടെ. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചാൽ പെട്ടെന്ന് കുതിർന്ന് റെഡിയായി വരും. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടല്ലോ, ജലാറ്റിൻ കുതിരാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നു. ഓക്കെ, പ്രളയൻ പൗഡർ ഉണ്ടാക്കും. പ്രളയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അണ്ടിപ്പരിപ്പും ഷുഗർ കാരമലും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് നമ്മളിങ്ങനെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ സോസ് പാനിലേക്ക് ഇട്ടു. ഇനി അത് ഒന്ന് ചെറുതായിട്ട് ഉരുകി കളറ് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. ഇളക്കമൊന്നും വേണ്ട, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി. അങ്ങനെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു നിരപ്പായ പ്രതലത്തിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കാം. ഒന്നുകിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിലാകാം. ഇപ്പം ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നു. ഇത് നോക്കിക്കോളൂ. ഈ കളറായി കഴിയുമ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. അതിലേക്ക് ഇങ്ങനെ ഫുൾ കോട്ടഡ് ആകട്ടെ. ഇനി നമുക്കൊരു പരന്ന പ്രതലത്തിലേക്ക് ഇത് മാറ്റാം. ഇതിന് കംപ്ലീറ്റ് സെറ്റായിക്കോളും. ഇതൊന്ന് സെറ്റാകാനായിട്ട് സമയം കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിയെടുത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിക്കും. അതാണ് നമ്മുടെ പ്രളയൻ പൗഡറായി മാറുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞു. പ്രളയന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ സ്റ്റെപ്പ്, ഒരു കസ്റ്റർഡ് ഉണ്ടാക്കുന്നു. ഇത് 1 കപ്പ് പാലെടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും കാര്യം ആദ്യം ചേർക്കുന്നു. ഇനി ഇത് ചൂടാകുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് മെൽറ്റായി വരും. ഇതിനെ അടുപ്പിലേക്ക് മാറ്റണം. ഓക്കെ, നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ കിടക്കട്ടെ. ഇത് കുറുകി വരും. കുറുകി തുടങ്ങുന്നു. ഒരു കസ്റ്റേർഡ് കൺസിസ്റ്റൻസിയിലേക്ക് മാറും. കൈയെടുക്കാണ്ട് ഇളക്കണം. ഞാൻ ഇപ്പോൾ തീ കുറച്ചിട്ടിരിക്കുവാണ്. ആയിക്കഴിഞ്ഞു. യെസ്, തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ചോക്ലേറ്റ് കസ്റ്റേർഡ് റെഡി ആയിക്കഴിഞ്ഞു. ഏകദേശം ഒരു 11 ബിസ്ക്കറ്റ്സ്, ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇനി കുറച്ച് കിറ്റ് കാറ്റ്, ഇത് കിറ്റ് കാറ്റ് പുഡിംഗ് ആണല്ലോ, കുറച്ച് കിറ്റ് കാറ്റ് എടുക്കാം. ഞാൻ കുറേ പാക്കറ്റ്സ് മേടിച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം എടുത്താൽ മതി. അത്യാവശ്യം റിച്ച് പുഡിംഗ് ആയിട്ട് നമ്മൾ ഇത് തയ്യാറാക്കുന്നു. ദിസ് ഇസ് കിറ്റ് കാറ്റ് പൊടി. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ആവശ്യാനുസരണം എടുക്കാം. ഇപ്പോൾ ഇനി ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പാലെടുക്കുന്നു. ഇനി ഓരോ ബിസ്ക്കറ്റായിട്ട് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചേ ഉള്ളൂ. ഓരോ ബിസ്ക്കറ്റും പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്
നമ്മുടെ പുഡിംഗ് ഡിഷിലേക്ക് നിരത്തി വയ്ക്കാം. ഇങ്ങനെ പാല് ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത് സോഫ്റ്റ് ആകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിനാവശ്യാനുസരണം നമുക്ക് ബിസ്ക്കറ്റ്സ് എടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ സർക്കിൾ ഷേപ്പാണ്, പിന്നെ നമ്മുടെ ഡിഷ് സ്ക്വയറാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്താലേ പറ്റുള്ളൂ. I need more biscuits. അപ്പോൾ ടോട്ടൽ 16 ബിസ്ക്കറ്റ് വേണം. ഓക്കെ, നമ്മുടെ ഒരു ലെയർ ഇസ് കംപ്ലീറ്റഡ്. ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം, നോ പ്രോബ്ലം. ഇനി കൂടുതലിട്ടാണെങ്കിൽ ഇത് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സെക്കൻഡ് ലൈൻ കിറ്റ് കാറ്റ്. ഇനി ഈ സൈഡിലൊരു 11 വെച്ചിട്ടുണ്ട്. വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദി ജേണി ഓഫ് കിറ്റ് കാറ്റ് പുഡിങ്. അപ്പോൾ കിറ്റ് കാറ്റ് ആണല്ലോ ഇതിൽ മെയിൻ താരം. ലാവിഷായിട്ട് വയ്ക്കും. ഈ സൈഡിലായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞു. നമുക്ക് പ്രളയനെ ശരിയാക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കുപ്പിച്ചില്ല് പോലെയാണ് ഈ ഷുഗറിൻ്റെ ഭാഗം. യെസ്, പ്രളയൻ പൗഡർ ഇസ് ഗെറ്റിംഗ് റെഡി. നമ്മുടെ പ്രളയൻ പൗഡറിനെ ഞാൻ നമ്മുടെ ഈ കൊച്ചു ആ ഇടികല്ലിൻ്റെ ഇതും കൂടി വെച്ചിട്ട് ഇടിച്ചെടുക്കുന്നു. നമ്മുടെ വുഡൻ റോളർ കൊണ്ട് മാത്രം ശരിയാവില്ല, കുറച്ചുകൂടി ഫൈനറാക്കണം. നല്ല പ്രളയൻ പൗഡർ സെറ്റായി കഴിഞ്ഞു. ഓക്കെ, കസ്റ്റേർഡ് അതെ ഓക്കെ, ഈ ഒരു കണ്ടീഷനിലായി. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പാലിലാണ് കസ്റ്റേർഡ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ, അത് മതിയാവും. കിറ്റ് കാറ്റൊക്കെ നല്ല സ്വീറ്റ് അല്ലേ. ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരല്പം ബട്ടറും കൂടി ചേർക്കണം. ഇതിലേക്ക് കുറച്ച് ബട്ടർ, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തു. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് 1 ക്യൂബ് എന്ന് പറയാം. ഓക്കെ, നല്ലൊരു ക്യൂബ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊരു തിക്കാണ്, അതേസമയം ഒരു പോറിങ് കൺസിസ്റ്റൻസിയും കൂടി ഉണ്ട്. നല്ല പൊടിച്ച പ്രളയൻ പാത്രത്തിലേക്ക് മാറ്റി. യെസ്, ഇപ്പോൾ 2 ലെയേഴ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി 3ാമത്തെ ലെയറായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ചോക്ലേറ്റ് കസ്റ്റേർഡാണ് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിക്കുന്നു. കംപ്ലീറ്റ് സോസും നമ്മൾ ഈ ലെയറിലേക്ക് ഒഴിക്കുന്നു. ലെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 1, 2, 3 ലെയേഴ്സായി. നമ്മുടെ പ്രളയൻ പൗഡറാണ് ഇടുന്നത്. അപ്പോൾ നട്ട്സിൻ്റെ ഒരു ലെയറാണ് വരുന്നത്. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്വാദ്. അയ്യോ, സാധാരണ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിലൊക്കെയാണ് നമ്മളിങ്ങനെ പ്രളയൻ ഇടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത്. ഒരു 25 ഗ്രാംസ് ഓഫ് അണ്ടിപ്പരിപ്പ്, ഒരു 50 അത്രയില്ല, 50 ഗ്രാം ഇല്ല, എന്നാലും ഒരു സ്പ്ലിറ്റ് അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 10-20 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയാം, 15-20. അതും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. 4ാമത്തെ ലെയറും സെറ്റ്.
ഇനി 5ാമത്തെ ലെയറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 1 ബിസ്ക്കറ്റ് ലെയർ, അതിൻ്റെ ബിസ്ക്കറ്റ് പാലിൽ മുക്കി തന്നെ വെക്കണം. ആരോറൂട്ട് ബിസ്ക്കറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ എന്താ ചെയ്തത്, കിറ്റ് കാറ്റ് കൊണ്ടങ്ങ് നിരത്തി. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് കസ്റ്റർഡ് ഉണ്ടാക്കിയത് ഒഴിച്ചു. അതിൻ്റെ മുകളിൽ പ്രൊലൈൻ പൗഡറും നന്നായിട്ട് വിതറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ലെയർ വെക്കാൻ പോകണു. 1 2 3 4 കഴിഞ്ഞ് 5ാമത്തെ ലെയർ. അതിന് കുറച്ച് പാല്, കണ്ടൻസ് മിൽക്ക് ഒരു 1/2 ടിൻ, പിന്നെ കുറച്ച് 200 ml ഫ്രഷ് ക്രീം ആൻഡ് കുറച്ച് പാല്. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടിൻ എന്ന് പറയാം. 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് എടുത്തു, ഫ്രഷ് ക്രീം, ഒരു 250 ml ഓഫ് ഫ്രഷ് ക്രീം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് പാലും കൂടി ഒഴിക്കാം. ഒരു 1/2 കപ്പ് പാൽ ആദ്യം. ഇനി വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കണ്ടൻസ് മിൽക്കിൽ നല്ല മധുരമാണല്ലോ. അപ്പോൾ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പാല്, ഫ്രഷ് ക്രീം, കണ്ടൻസ് മിൽക്ക്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പാലൊഴിച്ചു. ഇനി ഒരു 1/2 കപ്പും കൂടി നമുക്ക് ഒഴിക്കും. അപ്പോൾ ടോട്ടൽ 1 കപ്പ് ഓഫ് മിൽക്ക്, 1/2 ടിൻ കണ്ടൻസ് മിൽക്ക്, 1 കപ്പ് പാല്, 250 ml ഫ്രഷ് ക്രീം. ഇനി ഇത് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ജലാറ്റിൻ നോക്കിയേ, 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ കുതിർന്നപ്പോൾ എത്ര കിട്ടിയെന്ന്. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. 1/4 കപ്പും 1/2 കപ്പിനും ഇടയ്ക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി. നല്ല കുതിർന്നിരിക്കുവാണ്. ഇപ്പോൾ ഈ കൂട്ടുണ്ടല്ലോ, ഈ മിശ്രിതം, നമ്മുടെ ഈ പാലിൻ്റെ ഈ കൂട്ട്, ഇത് നല്ല ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കുതിർന്ന ജലറ്റിനും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയർ ഇസ് ഗെറ്റിംഗ് റെഡി. ഇതിപ്പോൾ നല്ല ഒരു ബോയിലിംഗ് പോയിൻ്റ് ഏകദേശം എത്താറാകുമ്പോൾ ഈ ജലാറ്റിനും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നല്ല ആവി കയറി വരുന്നുണ്ട്. കുതിർത്ത ജലാറ്റിൻ ചേർക്കാം. ഇത് ആക്ച്വലി പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ജലാറ്റിനേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുതിർന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്വാണ്ടിറ്റി തോന്നുന്നേ ഉള്ളൂ. ഈ ചൂടിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റാകും. തിളയ്ക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യാം. നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ ജലറ്റിൻ്റെ ഇട്ട് താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി അല്പം ഒന്ന് കൂളാകട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് തണുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറാണ്. അല്പം ഒന്ന് തണുക്കാനുള്ള സമയം. ഇത് നോക്കിയേ, ജലാറ്റിൻ ഫുൾ ഉരുകി. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറാണ്. ഇതിന് ജലാറ്റിൻ ഇട്ടിരിക്കുന്നത് എന്നത് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ജലാറ്റിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി. ഇതുപോലെ അത് കുതിർത്തിട്ട് ഇതുപോലെ ഇതിനകത്ത് ഇട്ടാൽ മതി. എന്നിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് മെൽറ്റായി കിട്ടും. ഓക്കെ, ഇതൊന്ന് തണുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുവിധം തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് ലെയറായിട്ട് വയ്ക്കുക. അപ്പോൾ തോന്നും ഇത് ഭയങ്കര മധുരമായിരിക്കുമെന്ന്. അങ്ങനെ പേടിക്കണ്ട കേട്ടോ. കാര്യം ഏറ്റവും താഴത്തെ ലെയറിലുള്ളത് നമ്മുടെ ആരോറൂട്ട് ബിസ്ക്കറ്റാണ്. ഒട്ടും തന്നെ മധുരമുള്ള കാര്യമല്ല. സെക്കൻഡ് ലെയറിൽ വരുന്ന കിറ്റ് കാറ്റാണ് ഇച്ചിരി മധുരമുള്ളത്. മധുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറിങ്ങും അതിനകത്തുള്ള ഫില്ലിങ്ങുമാണ് ചോക്ലേറ്റ്. ബാക്കി വേഫറാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു. അതങ്ങനെ ഭയങ്കര സ്വീറ്റ് അല്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തുള്ളൂ. അത്ര ഓവർ സ്വീറ്റ് അല്ല, ഒരു മോഡറേറ്റ് ആണ്. വേണമെങ്കിൽ അതിലും കുറച്ച് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അത് കഴിഞ്ഞിട്ടിട്ടിരിക്കുന്ന പ്രൊലൈനിലായിരിക്കും കുറച്ചെങ്കിലും ഒരു മധുരം കിട്ടുന്നത്. ആ പഞ്ചസാരയുടെ ചെറിയ തരികളൊക്കെ ഉണ്ടാവല്ലോ, കട്ടയല്ല. ആ നട്ട്സിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ ആ കാരമലൈസ്ഡ് ആ ഒരു ടേസ്റ്റ് കിട്ടും, ഒരു ബട്ടർ സ്കോച്ച് ടേസ്റ്റ്. പിന്നെ നമ്മുടെ ഈ ഒരു മിശ്രിതമാണ് പാലിൻ്റെ ലെയർ, പാൽ ആൻഡ് ക്രീം ലെയർ. അതിങ്ങനെ സെറ്റായി വരും. അതിനും കറക്റ്റ് ആ മിൽക്ക് മെയ്ഡ് 1/2 ടിന്നേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു ആവശ്യത്തിനുള്ള മധുരമുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ചേർന്നിങ്ങനെ കഴിക്കുമ്പോൾ എല്ലാം ഒരു ബാലൻസ് ആയിരിക്കും. ഓവർ മധുരം ഒന്നും ഉണ്ടാവില്ല, പാകത്തിന് സ്വീറ്റ്നെസ് ഉണ്ടാവും. നല്ല തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്. ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിലിരുന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെർവ് ചെയ്യാം, നല്ല തണുത്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്മസ് അല്ലേ, നമുക്ക് നല്ലൊരു ഡിസേർട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി നല്ല ഇങ്ങനെ ഒരു റിച്ച് ലെയേർഡ് പുഡിങ് ഉണ്ടാക്കാം, കിറ്റ് കാറ്റ് പുഡിങ്. അതുകൊണ്ടാണ് ഞാൻ വെച്ചിരുന്നത്. ഓക്കെ, ഈ പുഡിങ് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇതൊന്ന് തണുക്കട്ടെ. അവസാനത്തെ ലെയർ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. യെസ്, ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ താഴോട്ട് നോക്കിയേ, അതിൻ്റെ ക്രോസ് സെക്ഷൻ. യെസ്, നമ്മുടെ പുഡിങ്ങിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് ഫൈനലായിട്ട് ഇതൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു പീസസ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തും എടുക്കാൻ പറ്റും. ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് മേൽഭാഗം ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇത് നമ്മൾ നാളത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി, കുഴപ്പമില്ല. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും. ഇപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഓക്കെ, നമ്മുടെ പുഡിങ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. കിറ്റ് കാറ്റ് പുഡിങ്. ആക്ച്വലി ഇത് ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു കേട്ടോ. താഴത്തെ തട്ടുന്ന ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചു, എന്നിട്ട് വീണ്ടും ഞാൻ താഴേക്ക് എടുത്ത് വെച്ചതാണ്. നോക്കി ഫുൾ സെറ്റായി കഴിഞ്ഞു. ഫ്രീസറിൽ ഇരുന്ന് കുറച്ച് കൂടുതൽ സെറ്റായി പോയെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്ത് തന്നെ കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ കിറ്റ് കാറ്റിൻ്റെ ഭാഗം കുറച്ച് ഇങ്ങനെ ആ ബിസ്ക്കറ്റും ഒക്കെ ഉള്ളതല്ലേ, അത് ഞാൻ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന കറി വെച്ചിട്ട്. ഓക്കെ ഫസ്റ്റ് ലെയർ കറക്റ്റ്, ആ ഏറ്റവും ടോപ്പിലെ ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിലാണ് നമ്മൾ ജലാറ്റിൻ ചേർത്തിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, നമ്മുടെ പുഡിങ് ലെയേഴ്സ് ഇങ്ങനെ കാണാമല്ലോ. ചോക്ലേറ്റ് ലെയർ, ഇതിനകത്താണ് കിറ്റ് കാറ്റ്, തൊട്ട് താഴെയുണ്ട്. അതിൻ്റെ താഴെ ബിസ്ക്കറ്റ് ഉണ്ട്, ടോപ്പിൽ നമ്മുടെ ക്രീം ലെയറാണ്. ഡിഷിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണത് വന്നിരിക്കുന്നത്. വാവ്, അതെ നോക്കിയാൽ നമ്മുടെ കിറ്റ് കാറ്റൊക്കെ അതിനകത്ത് കിടക്കും. യമ്മി എൻ്റെ രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാനിപ്പോൾ കിറ്റ് കാറ്റിനെ അതുപോലെ ഇങ്ങനെ നീളത്തിൽ തന്നെ വെച്ചു. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ബ്രേക്ക് ഇടാം. അപ്പോൾ ഫൈനൽ കട്ടിങ് ആൻഡ് ടേസ്റ്റിങ് സമയത്ത് ഈസി ആയിരിക്കും കുറച്ചുകൂടി പീസാക്കാനായിട്ട്. പീസാക്കണ്ടല്ലോ, അതിനകത്ത് പീസായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. ബിസ്ക്കറ്റ് ശരിക്കും സോഫ്റ്റ് ആകും. കിറ്റ് കാറ്റ് പക്ഷേ കിറ്റ് കാറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കതിങ്ങനെ കടിച്ച് കഴിക്കാം കേട്ടോ. നല്ലൊരു കിറ്റ് കാറ്റ് ആൻഡ് ചോക്ലേറ്റ് കസ്റ്റേർഡ് ലെയർ ഇസ് യമ്മി. ടോപ്പിൽ ക്രീം ഒരു ലെയറും കൂടി ആകുമ്പോൾ ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ശരിക്കും വിത്ത് കിറ്റ് കാറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കാം. നട്ട്സ് ആൻഡ് ആ ഒരു പ്രൊലൈൻ, ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട്, പ്രൊലൈൻ പൗഡറിൻ്റെ. വാവ്, ഇതൊരു അടിപൊളി പുഡിങ്ങാണ്. അതെ, തീർക്കും. ഞാനൊരു മധുരപ്രിയയാണ്. പുഡിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. നിങ്ങളും ഉണ്ടാക്കുക, സന്തോഷത്തോടു കൂടി കഴിക്കുക, കുട്ടികൾക്കും കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, കിറ്റ് കാറ്റിനെ ആ പീസ് നിങ്ങളെ തന്നെ വയ്ക്കാണ്ട് കുറച്ച് ചെറിയ പീസസായിട്ട് ഒന്ന് മുറിച്ചിട്ടുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കംഫർട്ട് അതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കണ്ട. ഈ ഒരു വീഡിയോ നമ്മുടെ മധുരമാണ്, ആ മധുരത്തോടു കൂടി എൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓവർ മധുരമൊന്നുമല്ല. ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എക്സലൻ്റാണ്. അപ്പോൾ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റിയൊരു ഡിസേർട്ടായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആയി എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. ക്രിസ്മസ് സീരീസ് 2025 കഴിഞ്ഞിട്ടില്ല, ഇനിയും നല്ല നല്ല റെസിപ്പീസ് വരാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ മറക്കാതെ കാണുക. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.